മലയാള സിനിമ വീണ്ടും എങ്ങോട്ടാണ് പോകുന്നത്? കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം വീണ്ടും മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. മാസങ്ങളോളം നീണ്ടുനിന്ന കേസന്വേഷണം, വിചാരണ, ജാമ്യത്തിലിറങ്ങൽ, അങ്ങനെ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ഒരുപാട് നീക്കങ്ങളാണ് കേരളം കണ്ടത്, ചർച്ച ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റോഷൻ ആൻഡ്രൂസുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, ആൽവിൻ ആന്റണി ആക്രമിക്കപ്പെട്ട സംഭവം വളരെ ഗൗരവമുള്ള ചർച്ചകളിലേക്ക് നീങ്ങുമ്പോൾ മലയാള സിനിമയുടെ പോക്ക് എങ്ങോട്ട് എന്നുള്ള ഗൗരവമുള്ളൊരു ചോദ്യം കൂടി ഉയരുകയാണ്. പലപ്പോഴായി മലയാള സിനിമാ ലോകം കേട്ട അപവാദങ്ങൾ, സ്ത്രീ വിഷയങ്ങളിൽ ഏറ്റവും ഒടുവിൽ കേട്ട മീടു ആരോപണങ്ങൾ, WCC രൂപം കൊണ്ടത്, അങ്ങനെ വലിയൊരു തിരിച്ചടി മലയാള സിനിമാ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ശക്തി പ്രകടനത്തിന് മലയാള സിനിമാ വേദി സാക്ഷ്യം വഹിച്ചു. ഒരുപാട് നടിമാർ രംഗത്ത് വരുന്നു. സിനിമാ മേഖലയിലെ ആൺകോയ്മയ്ക്കെതിരെയുള്ള വലിയ പ്രതികരണങ്ങൾ, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ അലയൊലികൾ, അതിന് പിന്നാലെ കൊച്ചിയിൽ പ്രമുഖ നടന്മാരെയും നടിമാരെയും ഒക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടുവന്ന ലഹരിയുടെ വാർത്തകൾ, അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കേസിൽ റോഷൻ ആൻഡ്രൂസും ആൽവിൻ ആന്റണിയും ഉൾപ്പെടുന്ന കേസിൽ മയക്കുമരുന്ന് കടന്നു വരുന്നു, സ്ത്രീ വിഷയങ്ങൾ കടന്നു വരുന്നു. എന്തിനെ ചൊല്ലിയാണ് തർക്കം? യുവ സംവിധായകയെ ചൊല്ലിയോ അതോ റോഷൻ ആൻഡ്രൂസ് ആരോപിക്കുന്നത് പോലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണോ? എന്തായാലും മലയാള സിനിമാ ലോകം കൊച്ചി കേന്ദ്രീകരിച്ച് വരുമ്പോൾ വലിയ ചോദ്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിനിമയിൽ കാണുന്നതിനേക്കാൾ, സിനിമാ തിരക്കഥകളെക്കാൾ വെല്ലുന്ന വലിയ തിരക്കഥ മലയാള സിനിമയുടെ അണിയറയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ള ആരോപണങ്ങൾ. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു പല നടിമാരുടെയും വലിയ പ്രതികരണങ്ങൾ. കാസ്റ്റിംഗ് കൗച്ചിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ WCC വരെ ഫോം ചെയ്യുന്നതിൽ വനിതകളെ, നടികളെ എത്തിച്ച സംഭവങ്ങൾ, ഏറ്റവും ഒടുവിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പലരുടെയും പേരുകൾ, ആരോപണങ്ങൾ, ജയിൽവാസം, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പൾസർ സുനിക്ക് സിനിമാ മേഖലയിലെ പല പ്രമുഖരുമായുള്ള അടുത്ത ബന്ധങ്ങൾ, ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ് മലയാള സിനിമാ ലോകം സമൂഹത്തിന് മുന്നിൽ വച്ചത്. ഏറ്റവും ഒടുവിൽ കൊച്ചി സംഭവത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിന് പിന്നിൽ പൊടിമുറുക്കിയിരിക്കുന്നത് ആര്? ശരിക്കുള്ള ഇതിന് പിന്നിലെ കായംകുളം കൊച്ചുണ്ണി ആര്? ഇതിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞതാര്? ശരിയായ വില്ലനാര്? നായകനാര്? ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരുകയാണ്. സിനിമയിൽ വീണ്ടും കൊട്ടേഷൻ സംഘമോ എന്ന ചോദ്യത്തിലേക്ക് വീണ്ടും കടക്കുമ്പോൾ അത് തന്നെയാണ് കൊച്ചി സംഭവത്തിൽ ഏറ്റവും പുറത്തു വരുന്നത്. ഒടുവിൽ റോഷൻ ആൻഡ്രൂസിന് ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. റോഷൻ ആൻഡ്രൂസിന് വിലക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിർമ്മാതാക്കളുമായി ആലോചിച്ച ശേഷം മാത്രമേ ഇനി റോഷനുമായി സഹകരിക്കുള്ളൂ എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്തായിരിക്കും മലയാള സിനിമയുടെ ഈ മുന്നോട്ടുള്ള പോക്ക്? ഇത് ഏത് രീതിയിലൊക്കെ ബാധിക്കും? നിലവിൽ ഒരുപാട് ചിത്രങ്ങളുടെ അണിയറ നീക്കങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പലരും ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ആരോപണ വിധേയരായവരും ആരോപിക്കപ്പെടുന്നവരുമൊക്കെ ഇതിൽ പെടുമ്പോൾ എങ്ങോട്ടായിരിക്കും മലയാള സിനിമാ ലോകം വരും ദിവസങ്ങളിൽ പോകുന്നത്? പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് ഇപ്പോൾ ഈ തിരക്കഥയിൽ ഉണ്ടായിരിക്കുന്നത്. രണ്ട് പക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇപ്പോൾ നിലകൊള്ളുമ്പോൾ ഇതിൽ റോഷൻ ആൻഡ്രൂസ് പറയുന്നതാണോ സത്യം, ആൽവിൻ ആന്റണി പറയുന്നതാണോ സത്യം? ഈ കേസിന് ഏത് വഴിത്തിരിവിലേക്ക് പോകും? ഇത് ഗൗരവത്തോടെ ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ്. സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് വീട്ടിൽ കയറി ആക്രമിച്ചെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ആൽവിൻ ആന്റണി. 15ഓളം വരുന്ന സംഘം വീട്ടിൽ കയറി മർദ്ദിച്ചുവെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് 40ഓളം വരുന്ന സംഘങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അത് എന്താണെന്നുള്ളത് ഇനി ഗൗരവമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. പരാതി വ്യാജമാണെന്നും ആക്രമണത്തിനിരയായത് താനാണെന്നും റോഷൻ ആൻഡ്രൂസും പ്രതികരിക്കുന്നുണ്ട്. ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി തെറ്റുകൾ? റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാന സഹായിയായിരുന്ന ആൽവിൻ ജോൺ ആന്റണിയെ എന്തുകൊണ്ടാണ് ഈ ഒരു നിലപാടിലേക്ക് റോഷൻ ആൻഡ്രൂസ് മാറ്റി നിർത്തിയത്? അതല്ലെങ്കിൽ ആൽവിൻ ആന്റണി പറയുന്നത് പോലെയല്ല, റോഷൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ, താനാണ് ആക്രമിക്കപ്പെട്ടതെന്ന് റോഷൻ പറയുമ്പോൾ ഇതിൽ എവിടെയാണ് ശരി തെറ്റുകൾ? ഏതായാലും മലയാള സിനിമ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക്, തർക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ് ഏറ്റവും ഒടുവിലെ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ തർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സിനിമാ മേഖലയിലുണ്ട്. റോഷൻ ആൻഡ്രൂസിനെ സംബന്ധിച്ച് ഒരുപിടി നല്ല സിനിമകൾ മലയാള സിനിമാ മേഖലയ്ക്ക് നൽകിയ സംവിധായകനാണ് റോഷൻ ആൻഡ്രൂസ്. ഇതുവരെ ഇത്തരത്തിലൊരു ഇമേജിന് കോട്ടം തട്ടുന്ന ഒരു സംഭവം റോഷൻ ആൻഡ്രൂസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ ആൽവിൻ ആന്റണി സംഭവത്തിൽ റോഷന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്നു. അതിന്റെ തെളിവുകൾ ആൽവിൻ ആന്റണി നിരത്തുമ്പോൾ എങ്ങനെയായിരിക്കും റോഷൻ ആൻഡ്രൂസ് ഇതിനെ മറികടക്കുക? എന്ത് തെളിവുകളായിരിക്കും നിരത്താനുണ്ടാവുക? ആൽവിന്റെ ഭാഗത്ത് സ്ഥാപിക്കാനായി എന്ത് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക? ലഹരി ഉപയോഗം എന്നുള്ള വാക്കുകൾ പുറത്തു വരുമ്പോൾ, അതും സിനിമാ മേഖലയിൽ അങ്ങനെയൊരു വാക്ക് പുറത്തു വരുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ സമൂഹം ഉറ്റുനോക്കുന്നത്. കാരണം മുൻപും മലയാള സിനിമയുമായി ബന്ധപ്പെട്ട കൊച്ചി കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പിടിമുറുക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പലപ്പോഴായി വന്നിരുന്നു. പലരും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനൊക്കെ ഇടയാവുകയും ജയിലിൽ പോകേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം കൊച്ചി സംഭവത്തിൽ തുടങ്ങി ഒരു പുതിയ ഇമേജിലേക്ക് വീണ്ടും മലയാള സിനിമ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ ഏത് രീതിയിലായിരിക്കും മലയാള സിനിമാ മേഖലയെ ബാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സിനിമാ നിരൂപകർ ഉറ്റുനോക്കുന്നത്.